ഇന്നലെ വൈകിട്ട് കൊള്ളി കിട്ടിയപ്പോൾ ഇത്തിരി കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ആ കൊള്ളി കൊണ്ട് പായസം വെക്കണോ അഥവാ പുഴുക്കുണ്ടാക്കണോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെയാണ് ചെറിയൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണർത്തുന്ന ഒരു ഐറ്റം ഓർമ്മ വന്നത്. ഇക്കൊക്കെ കൊള്ളി ഇഷ്ടമായതുകൊണ്ട് തന്നെ മൂപ്പര് പുറത്ത് പോയി വരുമ്പോൾ നല്ല കൊള്ളി കണ്ടാൽ മേടിച്ചോണ്ടിരും കേട്ടോ. അപ്പോൾ റംലത്ത് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. നമ്മുടെ കൊള്ളീനെ നല്ലോണം ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി നുറുക്കി അതിൻ്റെ കട്ട് കളയണ വരെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ കുക്കറിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2 വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ ഹൈലൈറ്റ്. നമ്മുടെ ചുവന്നുള്ളി കുറച്ച് പിന്നെ പുളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ ചുവന്നുള്ളി കല്ലിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അതിലോട്ടൊന്ന് പുളിയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റാകുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മുളകും പിടിക്കുന്ന വരെ നല്ലോണം ഈ ചമ്മന്തി ഒന്ന് തിരുമ്പി സെറ്റാക്കി എടുക്കണം കേട്ടോ. വേറെ കുറേ ചമ്മന്തി നമ്മുടെ കൊള്ളിക്കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ചമ്മന്തിക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ആ കൊള്ളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു വേറൊരു തരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കൊള്ളി പുഴുങ്ങാൻ വെച്ചത് ഓർമ്മ വന്നത്. അപ്പോൾ അത് ആ സെറ്റാക്കി വന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും റെഡിയായി. പിന്നെ വേണ്ടത് നമുക്കൊരു കട്ടൻ ചായയാണ്, അതും ശരിയായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് നേരെ ബാൽക്കണിയിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാ. വൈകിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ കൊണ്ട് മേലെ എത്തുമ്പോഴേക്കും മഴ പോയിട്ടാ. മഴയുടെ വൈബ് ആസ്വദിച്ചതൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. മക്കൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടാ ഈ ഉള്ളിച്ചമ്മന്തിയുടെ കൂടെയുള്ള കൊള്ളിയുടെ കോമ്പിനേഷൻ. പിന്നെ പോരാത്തിന് നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ സൂപ്പറായിരുന്നു.